Okay, so our today's topics in the introduction to pH, strong and weak acids or bases, strength of the solution versus concentration, pH changes and the concentration of H plus and OH minus ions. Okay, so our first topic in the introduction to pH. So pH നമ്മൾ power of hydrogen എന്ന് പറയും. Power of hydrogen or potential of hydrogen എന്ന് പറയും. അതല്ലെങ്കിൽ capacity of hydrogen. Actually pH scale നമ്മൾ 0 to 14 വരെയുള്ള ഒരു സ്കെയിലാണ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. 7 സെന്ററിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 7 വാല്യൂ വരുന്ന സൊല്യൂഷനെ നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. സോ എന്താണ് ന്യൂട്രൽ എന്നുള്ളത് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 7ൽ നമ്മുടെ വാല്യൂ, ആ ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ കുറഞ്ഞ് 0ലേക്ക് വരികയാണെങ്കിൽ we can say that the solution have more H plus ions and the solution is acidic, more acidic, acidity increases ആയിട്ട് വരും ഈ സൊല്യൂഷനിൽ. ഓൺ ദ സെയിം സൈഡ് 7 14ലേക്ക് ഇൻക്രീസസ് ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ OH മൈനസിന്റെ അയോൺസും ഇൻക്രീസസ് ആവും ആൻഡ് ദ സൊല്യൂഷൻ ബിക്കംസ് മോർ ബേസിക് ആയിരിക്കും. ബേസിസിറ്റി ആ സൊല്യൂഷന്റെ ഇൻക്രീസസ് ആയി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പി എച്ചിന്റെ ഇൻട്രോയിൽ പറയുന്നത്. ഓക്കെ, so let's go to our second topic. Strong and weak acids and bases. So നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യമാണ് സ്ട്രോങ് ആസിഡ്, അതുപോലെ weak acids. Okay, so എന്താണ് strong acid and what is weak acid? So ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ HCl എന്ന് പറയുന്നത് ഒരു strong acid ആണ്. vinegar or CH3COOH ഇതൊരു weak acid ആണ്. So we can say vinegar എന്ന് പറയുന്നത് edible ആണ് അല്ലേ, നമ്മൾ അച്ചാറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ vinegar യൂസ് ചെയ്യുന്നതാണ്. HCl is not edible അല്ല, നമുക്ക് കഴിക്കാൻ പറ്റില്ല, സ്ട്രെങ്ത് കൂടുതലാണ്. സോ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ HCl ഒരു aqueous സൊല്യൂഷനിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് we get more amount of H plus and Cl minus ion. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HCl അയോൺസ് ആകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ ആണ് നടക്കുക. അതായത് ഒരു 10 molecules of HCl ഉണ്ടെങ്കിൽ that completely dissociated to 10 ions ആയിട്ട് മാറും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു HCl നമ്മൾ ഒരു വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ സൊല്യൂഷനിൽ കംപ്ലീറ്റ് അയോൺസ് ആയിരിക്കും ഉണ്ടാവുക, കംപ്ലീറ്റ് അയോൺസ് മാത്രമായിരിക്കും. ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിനീഗറിന്റെ കേസിൽ എന്താ നോക്കാം. CH3COOH. CH3COOH നമ്മൾ ഒരു aqueous സൊല്യൂഷനിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് H plus ions and CH3COO ions ആണ് ഫോം ചെയ്യുന്നത്. Okay, so but the difference here is the CH3COO ions ഉണ്ടല്ലോ ഈ ഫോം ചെയ്തിട്ടുള്ളത്, they are not stable. ഇവര് സ്റ്റേബിൾ അല്ല. സോ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ they combine with H plus and is reversed to form CH3COOH. CH3COOH ആയിട്ട് തന്നെ അവര് ബാക്കിലേക്ക് ഫോം ചെയ്യും. ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ
ഒരു 10 മോളിക്യൂൾ CH3COH ഉണ്ടെങ്കിൽ വളരെ ഫ്യൂ എമൗണ്ട് മാത്രമാണ് എന്ത് H+ ആയിട്ട് മാറുക. അപ്പോൾ ഒരു വിനീഗറിനെ നമ്മൾ ഒരു aqueous സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി അയോൺസ് ആയിട്ടല്ല മാറുന്നത്. വെരി ഫ്യൂ എമൗണ്ട് മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, അയോൺസ് ആയിട്ട് മാറുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എ സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്നത് കംപ്ലീറ്റ് dissociation ആണ്. And weak acids are partial dissociation ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓൺ ദ സെയിം സൈഡ് നമ്മളിപ്പോൾ സ്ട്രോങ് ആസിഡിന് പകരം നമ്മൾ എന്തെടുത്തു, സ്ട്രോങ് ബേസ് എടുത്തു. സ്ട്രോങ് ബേസ് എടുത്തു ആൻഡ് വീക്ക് ബേസ് എടുത്തു. വീക്ക് ബേസ് എടുത്തു. അപ്പോൾ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ഏതാണ്, NaOH, ആൻഡ് വീക്ക് ബേസ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെയും എന്താ സെയിം സംഭവം നടക്കുന്നത്, സ്ട്രോങ് ബേസിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും, വീക്ക് ബേസിൽ പാർഷ്യൽ ഡിസോസിയേഷൻ നടക്കും. അതുകൊണ്ടാണ് ഇതൊരു വീക്ക് ബേസ് ആയത്, ഇതൊരു സ്ട്രോങ് ബേസ് ആയത്. ഓക്കെ, ദെൻ നമ്മുടെ തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് strength of solution versus concentration. ഒരു സൊല്യൂഷന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് അതിന്റെ കോൺസെൻട്രേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് അതൊരു എന്ത് ചെയ്യാം, ഒരു എക്സ്പെരിമെന്റ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ എടുത്തെന്ന് വിചാരിച്ചോ, സൊല്യൂഷൻ A and solution B. 2 സൊല്യൂഷൻ എടുത്തു. 2ലും ഈക്വൽ എമൗണ്ട് ഓഫ് H+ അയോൺസ് ആണ്. ഓക്കെ, രണ്ടിലും ഈക്വൽ എമൗണ്ട് ഓഫ് H+ അയോൺസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇതിന്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും? കോൺസെൻട്രേഷൻ ഇസ് there? കോൺസെൻട്രേഷൻ സെയിം ബോത്തിന്റെ, രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. സോ നമുക്ക് അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതൊരു ഗ്ലാസ് എടുത്തു. സെക്കൻഡ് ഞാനൊരു ബോട്ടിൽ എടുത്തു. ആൻഡ് ദ തേർഡ് ഇസ് a big tank എടുത്തു. ഓക്കെ, സോ ഫസ്റ്റില് ഞാൻ 100 ഹൈഡ്രജൻ അയോൺസ് ആഡ് ചെയ്യണം, 100 H+ അയോൺസ് ആഡ് ചെയ്യണം. തേർഡിലും സെയിം ഞാൻ 100 H+ അയോൺസ് ആഡ് ചെയ്യണം. സോറി, സെക്കൻഡിൽ ആൻഡ് തേർഡിലും സെയിം 100 H+ അയോൺസ് ആഡ് ചെയ്യണം ഇതിലേക്ക്. ഓക്കെ, ഇതിലുള്ളത് വാട്ടർ സൊല്യൂഷൻസ് ഉണ്ട്, ഇതിലും സെയിം aqueous സൊല്യൂഷൻ, സെയിം aqueous സൊല്യൂഷൻ. സോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, ഇതിന്റെ മൂന്നിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും? ഇതിലുള്ളതും ഇതിലുള്ളതും ഇതിലുള്ളതിനും സെയിം കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും? സ്റ്റിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ H+ അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് ഷുഗർ എടുത്താലോ? ഇതിൽ ഞാനൊരു 5 കപ്പ് ഷുഗർ ആഡ് ചെയ്തു. സെയിം ഇതിലും ഞാൻ ഷുഗർ 5 കപ്പ് ആഡ് ചെയ്തു. സെയിം ഷുഗർ
5 കപ്പ് ആഡ് ചെയ്തു. മൂന്നിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. അതായത് ഇതിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കിട്ടുന്ന അത്രയും, ഇതൊരു ഗ്ലാസ് ആണ് കേട്ടോ, ഇതൊരു ഗ്ലാസ്, ഇതൊരു ബോട്ടിൽ, ആൻഡ് ദിസ് ഇസ് എ ടാങ്ക് ആണ്. സോ ഇതിന്റെ മൂന്നിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും. ഈ ഗ്ലാസ്സിലുള്ളതിന് മോർ ഷുഗർ നമുക്ക് ഫീൽ ചെയ്യും, ബോട്ടിലിൽ ചിലപ്പോൾ സ്ലൈറ്റ്ലി ഷുഗർ ഫീൽ ചെയ്യും, ആൻഡ് ടാങ്കിൽ നമുക്ക് ഷുഗറിന്റെ പ്രസൻസ് ഫീലേ ചെയ്യില്ല. സോ യെസ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസസ്. എന്താണ് ഇവിടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് we can say the solution is more acidic ആയിരിക്കും, acidity increasing. ഓക്കെ, സോ നമുക്ക് അതൊരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താ, acidic strength എന്ന് പറയുന്നത് amount of H plus ion in എത്ര സൊല്യൂഷൻ ആണ്, സോറി, വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. അതായിരിക്കും അതിന്റെ അസിഡിക് സ്ട്രെങ്ത്, ആൻഡ് അതായിരിക്കും അതിന്റെ എന്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വേറെ ഇതിൽ പറയാം, കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അസിഡിക് സ്ട്രെങ്ത്തും ഇൻക്രീസസ് ആയിരിക്കും. ഓക്കെ, സോ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞത് ഒരു ആസിഡിന്റെ ആണ്. അപ്പൊ ബേസിൽ എന്തായിരിക്കും, ബേസിലാണെങ്കിൽ സെയിം അല്ലേ, ഡിഫറൻസ് എന്താണ്ടായിരിക്കുക, ഒരു ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ, ബേസ് ആണെങ്കിൽ ആകെ ഡിഫറൻസ് എന്താ, ഓൺലി ഡിഫറൻസ് എച്ച് പ്ലസിന് പകരം ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക, OH മൈനസ് ആയിരിക്കും. ഈ ഒറ്റ ഡിഫറൻസ് മാത്രമേ ബേസ് ആവുമ്പോൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് പറയാം എന്ത്, ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് amount of OH minus in volume of solution. അതായിരിക്കും എന്ത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. So we can say concentration increases ആയി കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്ത്തും increases ആയിരിക്കും. Okay, so let's go to our final topic എന്തായിരുന്നു, pH changes and the concentration of H plus and OH minus ions. അതായത് pH എങ്ങനെയാണ് ഒരു കോൺസെൻട്രേഷനിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത്, ഇപ്പൊ ആസിഡ് റെയിൻ, ഓക്കെ, ആസിഡ് റെയിൻ ഉണ്ട്, ആ റെയിൻ റിവർ വാട്ടറിൽ മിക്സ് ആവുകയാണ്. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും, കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺസ് ഇൻക്രീസസ് ആണ്. ഓക്കെ, അപ്പോ H പ്ലസ് അയോൺ, അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയോൺ ഇൻക്രീസസ് ആയി കഴിഞ്ഞാൽ pH ഓഫ് റിവർ വാട്ടർ എന്തായിരിക്കും, റിവർ വാട്ടറിന്റെ pHന് എന്ത് സംഭവിക്കും, when concentration of H plus ion increases, pH of river waterന് എന്താണ് സംഭവിക്കുക, pHന് എന്ത് സംഭവിക്കും. സോ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം.
നമുക്ക് ആ സ്കെയിൽ നമ്മുടെ പി എച്ച് സ്കെയിൽ നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, പി എച്ച് സ്കെയിൽ 0 to 14 ആണ്, 7 ന്യൂട്രൽ ആണ്. സോ റിവർ വാട്ടറിൽ H പ്ലസ് അയോൺ ഇൻക്രീസസ് ആണ് സംഭവിക്കുന്നത് അല്ലെ. ഇൻക്രീസസ് ആവുമ്പോൾ അസിഡിറ്റി എന്തായിരിക്കും? അസിഡിറ്റിയും ഇൻക്രീസസ് ചെയ്യും. അസിഡിറ്റി ഇൻക്രീസസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? അസിഡിറ്റി ഇൻക്രീസസ് ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇൻട്രോ ഓഫ് പി എച്ചിൽ പറയുന്നുണ്ട് എന്ത്? പി എച്ച് വാല്യൂ ഡിക്രീസസ് ആയിരിക്കും. ഓക്കെ, പി എച്ച് വാല്യൂ ഡിക്രീസസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ OHന്റെ കേസിൽ എന്താണ്? OH മൈനസ് ബേസിസിറ്റി ഇൻക്രീസസ് ആണ് അല്ലെ. ബേസിസിറ്റി ഇൻക്രീസസ് ആണ് അല്ലെ. ബേസിസിറ്റി ഇങ്ങോട്ട് പോകും തോറും ഇൻക്രീസസ് ആണ്. സോ പി എച്ച് വാല്യൂക്ക് എന്താ ഉണ്ടാവുക? പി എച്ച് വാല്യൂ ഇൻക്രീസസ് ആണ്. ഓക്കെ, സോ ഇങ്ങോട്ട് വരുമ്പോ മൈനസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആണ് സംഭവിക്കുന്നത്. അതാണ് നമ്മളിപ്പോ ഇടുമ്പോ 1 2 3 4 5 6 പിന്നെ 7 8 9 10 11 12 13 14 അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോ എന്താ ഉണ്ടാവുക? പി എച്ച് വാല്യൂ ഡിക്രീസസ്. പി എച്ച് വാല്യൂ ഡിക്രീസസ്. ഇങ്ങോട്ട് വരുമ്പോ പി എച്ച് വാല്യൂ increases. Okay, fine.